ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നലെയായിരുന്നു നമ്മുടെ ഉത്സവത്തിൻ്റെ 2ാം ദിവസം. അങ്ങനെ ഞാനും അമ്മയും ഇച്ചും ചന്നു എല്ലാവരും മാറ്റുന്നുണ്ട്. അമ്മമ്മയെല്ലാം മാറ്റി റെഡിയായി ഇരിക്കുവാണ്. അങ്ങനെ നമ്മളെല്ലാം റെഡിയായി ടോർച്ചൊക്കെ എടുത്ത് പോവുകയാണ്. നേരെ അവിടെ എത്തി. അവിടെ പോകുന്ന കാഴ്ചവരവാണ് കഴിച്ചിരുന്നത്. അപ്പോൾ കാഴ്ചവരവ് കാണാമല്ലോ വിചാരിച്ചിട്ടാണ് വേഗം പോയത്. അവിടെ എത്തി നമ്മൾ അവിടെ നിന്ന് ഒരു ഉപ്പിലിട്ടൊക്കെ വാങ്ങിയിട്ട് അമ്മയൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചൊക്കെ വന്ന് നമ്മൾ നേരെ മുകളിലോട്ട് പോയി. കാരണം റോഡിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ നല്ല വൃത്തിക്ക് കാണാമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോയത്. നമ്മൾ ഇതുവരെ അങ്ങോട്ട് പോയിട്ടില്ല കേട്ടോ. നമ്മൾ എല്ലാ ദിവസവും താഴെ നിന്നാണ് കാഴ്ചവരവ് കാണില്ലേ. അപ്പോൾ നമ്മൾ നേരെ മുകളിൽ പോകുമ്പോൾ എല്ലാവരും മുകളിലുണ്ട്. പടക്കം പൊട്ടിക്കലൊന്നും പറയാം. പടക്കം പൊട്ടിക്കുമ്പോൾ പിന്നെ ഇച്ചു ഒന്നും പറയണ്ട, പേടിച്ചിട്ട് അവൻ എൻ്റെ അടുത്ത് തന്നെ കിടക്കുന്നു. ഞാൻ വെച്ച് കരയുന്നു, പക്ഷെ കരഞ്ഞിട്ടില്ല. അങ്ങനെ നമ്മൾ കാത്തിരുന്നു 2-2.5 മണിക്കൂർ കാത്തിരുന്നിട്ടാണ് നമ്മളെ കാഴ്ചവരവ് ഇതാ വന്നുകൊണ്ടിരിക്കുന്നത്. ചെണ്ടമേളം ഉണ്ടായിരുന്നു, ബാൻഡ് ഉണ്ടായിരുന്നു, അങ്ങനെ ഒരുപാടുണ്ട്. ചെണ്ടമേളമൊക്കെ അടിപൊളിയാണ്, നല്ല രസമുണ്ട് കേട്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ബാൻഡൊക്കെ പിന്നെ ഭയങ്കര സൗണ്ടാണെങ്കിലും അതൊക്കെ കേൾക്കാൻ നല്ല രസമാണല്ലേ, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇതുപോലെ പിള്ളേർ ഡാൻസ് കളിച്ച് പിന്നെ ഒരുപാട് ഇതുപോലെ എന്തെല്ലോ ഐറ്റംസ് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. പിന്നെ ഏറ്റവും വലിയ കാര്യം ഇതൊക്കെ വരുമ്പോഴേക്ക് ഇച്ചു ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവനെ കൂട്ടിയിട്ട് മുകളിൽ പോയത് തന്നെ. പക്ഷെ അവൻ ഇതൊക്കെ വരുമ്പോഴേക്ക് നല്ല ഉറക്കമായിരുന്നു. പിന്നെ നമ്മളിതൊക്കെ കണ്ടു. ഇവരൊക്കെ കാണുമ്പോൾ ശരിക്കും എന്തോ പാവമൊക്കെ തോന്നുന്നു. എൻ്റെ മേവിലെ ഇതൊക്കെ എടുത്ത് എത്ര സമയം ഇങ്ങനെ വരുന്ന നടക്കണം. അതൊരു ഭയങ്കര എനർജറ്റിക് ആയിട്ട് നിൽക്കുന്നുമുണ്ട്. അതാണ് ശരിക്കും പറഞ്ഞാൽ ഇതാണ് കേട്ടോ. പിന്നെ ബാൻഡൊക്കെ അടിപൊളിയാണ്. പിന്നെ ഇങ്ങനെ ഈ കറങ്ങുന്ന സാധനമൊക്കെ ഇവരൊക്കെ ഈ ഏട്ടനൊക്കെ ഇത്ര കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാണുന്ന എനിക്കൊക്കെ എന്തോ ആയിപ്പോയി. ഇതിൻ്റെ അപ്പം എത്ര പ്രാവശ്യം ഒരേട്ടനാണെങ്കിൽ കാലെല്ലാം ഇങ്ങനെ വിറക്കുന്നുണ്ട് ഇങ്ങനെ ഇതായിട്ടാകുമ്പോൾ. അതെല്ലാം കാണുമ്പോൾ എന്തോ മാതിരി ആയിപ്പോയി. പിന്നെ വലിയൊരു പ്രതിമ, ഇങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. ഇങ്ങനെ എന്തെല്ലോ കാഴ്ചകൾ. അവസാനം DJ ആയിട്ട് ഡാൻസൊക്കെയാണ് വരുന്നുണ്ടായിരുന്നത്. അപ്പോഴേക്കും നമ്മൾ നേരെ താഴേക്ക് ഇറങ്ങി വേഗം ചോറുന്നാൻ പോകാമെന്ന് പറഞ്ഞിട്ട് ഇത് താഴെ എത്തുമ്പോഴേക്കും നമുക്ക് ചോറുന്ന് കഴിയണം, അതാണ് നമ്മുടെ ലക്ഷ്യം. അങ്ങനെ നമ്മൾ നേരെ ചോറുന്നാൻ വേണ്ടി പോയി. ചോറുന്ന് തിന്നുകൊണ്ടിരിക്കുമ്പോഴേക്കും ഇച്ചുണി ചോട്ടാ. അങ്ങനെ ഇച്ചുണിയും ചോറൊക്കെ കൊടുത്ത് പിന്നെ അവിടെ നിന്ന് കാഴ്ചവരവിൻ്റെ ടൈമിൽ അവനൊരു ബലൂൺ ഒരു കുഞ്ഞിൻ്റെ കഴിയുമ്പോൾ കണ്ടിട്ട് കരഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എണീച്ചപ്പോൾ ഇതാ ഈ ഒരു ബലൂണാണ്. ഈ ബലൂൺ ഞാൻ വേഗം പോയിട്ട് ഇച്ചുവിന് വാങ്ങിക്കൊടുത്തു. കാരണം അവൻ അവിടെ നിന്ന് കരഞ്ഞതാണ് കേട്ടോ, അത് വേണമെന്നും പറഞ്ഞിട്ട്. അങ്ങനെ താഴെ വന്ന് അതൊക്കെ മേടിച്ചു. ഇതാ നമ്മുടെ DJ പാർട്ടിയൊക്കെ ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ ഇങ്ങനെ ഡാൻസ് കളിക്കാൻ ഇങ്ങനെ മുട്ടുവാണ് ഗൈസ്. അത്രയും നല്ല പാട്ടൊക്കെ ഭയങ്കര എനർജറ്റിക്കാണ്. ഞാൻ അവിടെ ഇരുന്ന് ഇതൊക്കെ ഇങ്ങനെ നോക്കിയിരുന്നു. പിന്നെ നമ്മുടെ വർണ്ണ കാഴ്ച. പക്ഷെ പടക്കാനൊക്കെ അത്ര വലിയ ഇതായിട്ട് തോന്നിയില്ല, എന്നാലും കുഴപ്പമില്ല, അടിപൊളിയാണ്. അങ്ങനെ അതൊക്കെ കണ്ട് അവിടെ ഇരുന്ന്. പിന്നെ ഗാനമേളക്ക് എനിക്ക് അത്ര വലിയ ഇഷ്ടമായിട്ടില്ല. എന്തോ എനിക്ക് അത്ര വലിയ ഇഷ്ടമായില്ല. ചിലപ്പോൾ എൻ്റെ മാത്രം ഇതായിരിക്കാം, എനിക്ക് അത്ര വലിയ പിടിച്ചിട്ടുണ്ടായില്ല. നമ്മൾ ജസ്റ്റ് ഒരു പാട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ മമ്മിയോട് കൊണ്ട് പോകാം, നമുക്ക് വീട്ടിൽ പോകാം. അങ്ങനെ ഞാൻ മമ്മി ഒരു പാട്ട് കഴിഞ്ഞപ്പോൾ നേരെ വീട്ടിലോട്ട് വന്നു. ഇവരൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മയും ചന്തൊക്കെ വയ്യേ വന്നു. അപ്പോൾ അത്രേ ഉള്ളൂ.